സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി കോഴിക്കോട്, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കോട്ടയം, പത്തനംതിട്ട, കാസർഗോഡ്, ആലപ്പുഴ, വയനാട്, ഇടുക്കി എന്നീ 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴക്കെടുതികളിൽ സംസ്ഥാനത്ത് ഇതുവരെ 1ഉം 2ഉമല്ല 25 പേരെ നമുക്ക് നഷ്ടമായി എന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തുവരികയാണ്. 25 മരണമാണ് പെട്ടെന്നുണ്ടായ ഈ മഴക്കെടുതിയിൽ സംസ്ഥാനത്തുണ്ടായിരിക്കുന്നത്. 4 പേരെ കാണാതാവുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 18,434 ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ക്യാമ്പുകൾ നിറഞ്ഞു കവിഞ്ഞു എന്നൊരു പരാതിയും അല്ലെങ്കിൽ എന്നൊരു വാസ്തവം ഒക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. കനത്ത മഴയിൽ 52 വീടുകൾ പൂർണ്ണമായും 555 വീടുകൾ ഭാഗികമായും തകർന്നു. അതിശക്തമായ മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലയിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നു. ബുധനാഴ്ച തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്. മഴ രൂക്ഷമായതോടുകൂടി വയനാട്ടിലേക്ക് അത്യാവശ്യമല്ലാത്ത എല്ലാ യാത്രകളും ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം വിലക്കി. ജില്ലയിൽ നിന്നുള്ള അന്തർ സംസ്ഥാന യാത്രകർക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. താമരശ്ശേരി ചുരം, പാൽച്ചുരം, ബോയ്സ് ടൗൺ എന്നിവിടങ്ങളിലൂടെയുള്ള ഗതാഗതത്തിന് കർശന നിയന്ത്രണമാണ് ഉള്ളത്. അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ ചുരം വഴിയുള്ള യാത്രകൾ അനുവദിക്കൂ. വിനോദസഞ്ചാരികൾ പൂർണ്ണമായും സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. തുടർച്ചയായ മഴയിൽ കോട്ടയത്താണ് കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വെള്ളക്കെട്ടിലും മലവെള്ളപ്പാച്ചിലിലും പെട്ട് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും ആളപായം ഉണ്ടായി. തീരദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ്. തൃശൂർ അണ്ടത്തോട്, പെരിയമ്പലം, ലിങ്ക് റോഡ് കടലെടുത്തു. തൃത്താലയിൽ ഭാരതപ്പുഴയിലെ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് യജേശ്വരം ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയുടെ പിൻഭാഗം പുഴയിലേക്ക് ഇടിഞ്ഞു വീണു. നാടുകാണി, പരപ്പരങ്ങാടി പാതയിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി. മഴക്കെടുതി നേരിടുന്നതിനും അടിയന്തര ആശ്വാസ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട, ആറന്മുള, റാന്നി ഉൾപ്പെടെയുള്ള ദുരിതബാധിത മേഖലകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ദുരിതാശ്വാസ സാഹചര്യങ്ങൾ സംബന്ധിച്ച് പ്രധാന തീരുമാനങ്ങൾ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഉടൻ തന്നെ കൈക്കൊള്ളും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ അങ്കണവാടികൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ള മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, കോച്ചിംഗ് ക്ലാസുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. എന്നാൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും അവധി ബാധകമല്ല. ഇവിടങ്ങളിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷാ സ്ഥാപന മേധാവികൾ ഉറപ്പാക്കേണ്ടതാണ്. ആലപ്പുഴയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധിയാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കാസർഗോഡ് പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, ICSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. ഇടുക്കിയിൽ പ്രൊഫഷണൽ കോളേജുകൾ, അങ്കണവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടും. പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കും. കോഴിക്കോട് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നതിനാൽ അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അടച്ചിടും. എന്നാൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഓൺലൈൻ ക്ലാസുകൾക്കും മാറ്റം ഉണ്ടായിരിക്കുകയുമില്ല. കണ്ണൂരിൽ ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. എന്നാൽ പ്രൊഫഷണൽ കോളേജുകൾക്കും റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാത്രമല്ല അവധിയുള്ളത്. എറണാകുളത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ, അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. തൃശ്ശൂരിലും സമാനമായ രീതിയാണ്. പരീക്ഷകൾക്കൊന്നും തന്നെ മാറ്റമില്ല. കോട്ടയത്തും പത്തനംതിട്ടയിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. പരീക്ഷകൾക്ക് മാറ്റമില്ല. കനത്ത മഴയെ തുടർന്ന് ബുധനാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ തിയറി, പ്രാക്ടിക്കൽ, വൈവോ പരീക്ഷകളും കേരള സർവകലാശാല മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. എന്നാൽ കേരള സർവകലാശാല പഠന വകുപ്പുകളിലെ പരീക്ഷകൾക്ക് മാറ്റമില്ല. PSC ഓഗസ്റ്റ് 5, 6, 7, 10 തീയതികളിൽ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കായികക്ഷമതാ പരീക്ഷയും മാറ്റിവെച്ചിട്ടുണ്ട്. MG സർവകലാശാല ഓഗസ്റ്റ് 7 വരെ നടത്താനിരുന്ന പരീക്ഷകളും മാറ്റി. തിങ്കളാഴ്ച മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും വെള്ളക്കെട്ടും കെടുതികളും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും തകർന്നു.
ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും മൂലം 3 ദിവസം കൊണ്ട് സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം 20ആയി. വെള്ളച്ചാലിൽ കാണാതായ 7 പേർക്കായി തിരച്ചിൽ തുടരുന്നു. 17 പേർ മരിച്ചെന്നും 5 പേരെ കാണാതായെന്നുമാണ് ഔദ്യോഗിക കണക്ക്. കോട്ടയത്തും മലപ്പുറത്തുമാണ് മരണം കൂടുതൽ 4 വീതമാണ്. 2ഇടത്തും ഓരോരുത്തരെ കാണാതായിട്ടുണ്ട്. തിങ്കളാഴ്ച ഓരോരുത്തർ കൂടി മരിച്ചതോടെ തിരുവനന്തപുരം, കൊല്ലത്തും മരണം 3 വീതമായി. തിരുവനന്തപുരത്ത് 2 പേരെയാണ് കാണാതായത്. കൊല്ലത്ത് ഒരാളെയാണ് കണ്ടെത്താനുള്ളത്. ഇടുക്കിയിൽ 2 പേരാണ് മരിച്ചത്. കണ്ണൂരിൽ 1 മരണം, 2 പേരെ കാണാതായി. പത്തനംതിട്ടയിലും കോഴിക്കോടും എറണാകുളത്തും ഓരോ മരണം വീതം ഉണ്ടായിട്ടുണ്ട്. 353 ദുരിതാശ്വാസ ക്യാമ്പുകളാൽ 13,496 പേരാണ് നിലവിലുള്ളത്. അതേസമയം ആറന്മുള MLA അബിൻ വർക്കി സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടു എന്ന വാർത്ത പുറത്തുവരികയാണ്. ആറന്മുള MLA അബിൻ വർക്കി ഉൾപ്പെടെയുള്ളവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പത്തനംതിട്ട ഓമല്ലൂർ ഷട്ടർമുക്കിൽ വെച്ചാണ് അപകടം നടന്നത്. മധ്യ കേരളത്തിലുണ്ടായ കനത്ത മഴയെ തുടർന്ന് പത്തനംതിട്ടയിലും ആറന്മുള മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലും തുടരുന്ന പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നേരിട്ട് പങ്കെടുത്ത ശേഷം താമസ സ്ഥലത്തേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം. പരിക്കേറ്റ MLA ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ശേഷം മടങ്ങുകയായിരുന്നു MLA. എന്തായാലും എതിർദിശയിൽ നിന്നും വന്ന ഒരു കാറാണ് നിയന്ത്രണം വിട്ട് ഈ ഒരു കാറിലേക്ക് ശക്തമായി വന്ന് ഇടിച്ചത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇടിച്ചതിന്റെ ആഘാതത്തിൽ 2 വാഹനങ്ങളുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നു. അപകട ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് MLAയും വാഹനത്തിലുണ്ടായിരുന്ന സഹപ്രവർത്തകരെയും പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. MLA അടക്കം കാറിലുണ്ടായിരുന്ന ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അബിൻ വർക്കി MLAയ്ക്ക് പുറമെ ഡ്രൈവർ വിഷ്ണു, ജെറിൻ, അരുൺ എന്നിവർക്കും പരിക്കുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തിറങ്ങിയ അതിതീവ്ര മഴയിൽ ആറന്മുള മണ്ഡലത്തിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരുന്നു. പമ്പയാറ്റിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആറന്മുള, കോഴഞ്ചേരി, മല്ലപ്പുഴശ്ശേരി മേഖലകളിലെ 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറുകയും ജനങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രളയബാധിത പ്രദേശങ്ങളിൽ നേരിട്ടെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി വരികയായിരുന്നു MLA. എന്തായാലും ഇതിന് പിന്നാലെയാണ് MLAയ്ക്ക് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. ആറന്മുളയിലെ വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ടു പോയ കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിനും ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള അടിയന്തര സഹായങ്ങൾ എത്തിക്കുന്നതിനും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് MLAയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു. ബോട്ട് മാർഗവും മറ്റ് രക്ഷാസേനകളുമായി ഏകോപിപ്പിച്ചും പ്രദേശത്ത് രാത്രി വൈകിയും വിപുലമായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണ് പുരോഗമിച്ചിരുന്നത്.